കടലിൽ കണ്ടെയ്നർ മറിഞ്ഞത് മൂലം തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യം ടൂറിസത്തിനും വില്ലനാകുന്നു. കോവളത്ത് വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യവസായികൾ ആശങ്കയിലാണ്. പ്ലാസ്റ്റിക് തരികൾ അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് സഞ്ചാരികളും പറയുകയാണ്. കണ്ടെയ്നർ പുറന്തള്ളിയ ഈ വെളുത്ത പ്ലാസ്റ്റിക് തരികൾ ബാധിച്ചിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെയും മത്സ്യബന്ധന മേഖലയും മാത്രമല്ല, അത് തീരദേശ ടൂറിസത്തെ കൂടിയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ച് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള കോവളം തീരം മുഴുവൻ ഈ പ്ലാസ്റ്റിക് തരികളാൽ നിറഞ്ഞിരിക്കുന്നു. വിനോദസഞ്ചാരം ഉപജീവനമാക്കിയ ഇവിടുത്തുകാർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് അന്വേഷിക്കാം. തരിയൊക്കെ ഇങ്ങനെ ഈ ബീച്ചിൻ്റെ ഫ്രണ്ടിൽ കിടക്കുമ്പോൾ അത് എന്താണെന്നുള്ള ഒരു പരിഭ്രാന്തി ജനങ്ങൾക്ക് ഉണ്ട്. ഇതുള്ളതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് ബീച്ചിലോട്ട് വരത്തില്ല. ബീച്ചിലോട്ട് ആൾക്കാർ വന്നാലേ ഈ നമ്മുടെ റെസ്റ്റോറൻറ്റിലും ഹോട്ടലിലൊക്കെ ആൾക്കാർ കയറത്തുള്ളൂ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇത് വരുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഒരുപാട് നിങ്ങൾ വിഷ്വൽസിൽ കണ്ടിട്ടുണ്ടാകും. ഇഷ്ടംമാതിരിയാണ് വന്ന് കിടക്കുന്നത്. അതായത് കടലിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മണ്ണിനേക്കാളും പ്ലാസ്റ്റിക് ബീഡ്സ് ആയിട്ടാണ് വന്ന് കിടക്കുന്നത്. എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ടൂറിസം ഇനി അങ്ങോട്ടുള്ള ഓഫ് സീസൺ കഴിഞ്ഞ സീസണിൽ വളരെയധികം എഫക്റ്റ് ചെയ്യും. that should be removed from here, otherwise no tourists will come. സീസൺ അല്ലാത്തതിനാൽ വിദേശ സഞ്ചാരികളുടെ എണ്ണം വളരെ കുറവാണ്. ആഭ്യന്തര സഞ്ചാരികൾ എത്തുന്നുണ്ട്. പക്ഷേ അവരും ഈ പ്ലാസ്റ്റിക് തരികൾ മൂലം വല്ലാതെ അസ്വസ്ഥരാണ്. I am from Madhya Pradesh, Gwalior. I came here to show my children's beach and see, but my entire trip is jeopardized now due to all these things. പേടിയുണ്ട്. അലർജി വരുമോ, പായസം ഇറക്കുമോ, അതൊക്കെ മട്ടം പേടി, മറ്റപടി വരാനല്ല. ഗ്രാന്യൂൾ പോലുള്ള സാധനമാണ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തെ മൂക്കിലും വായിലും പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. അത് ഭയങ്കര ഡേഞ്ചറസ് ആണത്. അടുത്ത സീസണിന് മുമ്പായിട്ടെങ്കിലും ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ഷീലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.